പുഴയോരത്ത് പൂത്തോണിയെത്തിയില, പുഴയോരത്ത് പൂത്തോണിയെത്തിയില. മന്ദാരം പൂക്കും മറുതീരത്താണോ, പൊന്നാകം പൂക്കും പുഴയോരത്താണോ. ആരാരും കണ്ടോ ദൂരെ പൂന്തോണി, പുഴയോരത്ത് പൂത്തോണിയെത്തിയില, പുഴയോരത്ത് പൂന്തോണിയെത്തിയില. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കുറേ നാളായി ഒരു പാട്ടൊക്കെ പാടിയിട്ട് ഇൻട്രോ തുടങ്ങിയിട്ട്. അപ്പൊ ഇന്നാള് ഒരു വീഡിയോന്റെ അടിയിൽ നമ്മളെ ശിവ ചേച്ചി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മോളെ കുറേ നാളായല്ലോ പാട്ട് പാടാത്ത ഇൻട്രോയിൽ എന്താന്നുള്ളത്. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്ത് പറയും പോലെ കുറേ ആയല്ലോ പാട്ട് പാടിയിട്ടിരുന്ന്. അപ്പൊ ശിവ ചേച്ചി ഞാനിത് ഇന്ന് പാടിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിലുള്ള സെയിം ഡ്രസ്സ് നിങ്ങൾ കാണുന്നുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് പോയി മാറ്റി വെച്ചിട്ട് ഇന്നത് വീണ്ടും എടുത്തിട്ടിട്ടുണ്ട്. ഒന്ന് പഞ്ചായത്ത് വരെ പോകണം. നിച്ചൂട്ടിക്ക് വൈറ്റമിൻ മരുന്ന് കൊടുക്കേണ്ടതാണ്. 6 മാസം കൂടുമ്പോൾ നമുക്ക് കുഞ്ഞുമക്കൾക്ക് കൊടുക്കണമല്ലോ. അപ്പൊ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പൊ നമ്മൾ ഇറങ്ങട്ടെ, ബാക്കി വിശേഷങ്ങളൊക്കെ പോകുന്ന വഴിക്ക് കാണാം. ഹലോ, ഗുഡ് മോർണിംഗ്. അവിടുത്തെ ഹെയർ ബാൻഡ്, അമ്മ ഇട്ട ഹെയർ ബാൻഡ് എന്തിനാ താഴെ ഇട്ടെ? ഇത് പിടിക്ക്. സീറ്റ് ബെൽറ്റ് എല്ലാം ഇട്ടിട്ടായിരിക്കുന്നേ. അമ്മേനെ ഇരുത്തോ? നമുക്ക് സ്ഥലം ഉണ്ടോ? ഇരിക്കട്ടെ അമ്മ. ആ, ഓക്കെ. അമ്മ ടാറ്റാ പറ. തേൻ കുടിക്കാൻ പോന്നെയാ? അനിച്ചിട്ട് തേൻ കുടിക്കാൻ പോവന്നല്ലേ? വൈറ്റമിൻ തേനാ? അത് കുടിച്ചാൽ എന്നാവുക? ഉവ്വെല്ലാം മാറും നിച്ചുന്റെ വൈറ്റമിൻ തേൻ കുടിച്ചാലല്ലേ. അപ്പൊ എല്ലാരോടും കുടിക്കണം പറ, കുഞ്ഞുമക്കളോടെല്ലാം എല്ലാരും കുടിക്കണേ പറ. അപ്പൊ അസുഖമൊന്നും ഉണ്ടാവൂല അല്ലേ? പറഞ്ഞു കൊടുക്ക്. ഗുഡ് ഗേൾ ആവും. ആ, അപ്പൊ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ജൂണിലാണ് കുടിച്ചിട്ടുണ്ടായത് തേൻ. നിച്ചിനോട് പറയുന്നതാണ് തേൻ കുടിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ വൈറ്റമിൻ മരുന്ന് കൊടുത്തിട്ടുണ്ടായി. അപ്പം 6 months കൂടുമ്പോ കൊടുക്കണല്ലോ. അപ്പൊ ഇന്നലെ നമ്മൾ ആശാ വർക്കർ വിളിച്ചിട്ടുണ്ടായി, ഡിസംബറിലല്ലേ കൊടുക്കണ്ടേ, കൊടുത്തോന്ന് ചോദിച്ചിട്ട്. അപ്പൊ എല്ലാ ബുധനാഴ്ചയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, ഈ ബുധനാഴ്ച കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു നല്ല കാര്യമാണ്. നമ്മൾ അഥവാ വിട്ടുപോയാൽ വിട്ടുപോകാൻ പാടില്ല. ഈ ആശാ വർക്കർമാരെ വിളിച്ചിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ കറക്റ്റ് ഡേറ്റിന്. അതെന്തായാലും ഒരു നല്ല കാര്യമായിട്ട് തോന്നി, അവര് വിളിച്ചിട്ട് ഓർമ്മിപ്പിക്കുന്നത് എന്തായാലും. അപ്പൊ അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് പോയിട്ട് ഗുഡ് ഗേൾ ആയിട്ട് കുടിച്ചിട്ട് വരും അല്ലെ കണ്ണാ? പഞ്ചായത്ത് ഹോസ്പിറ്റലില് പോവാ. ഇപ്പൊ എത്തി, നമ്മളിത് എത്തി. ഇറങ്ങാം. അപ്പം നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. താഴ്ന്ന് ടോക്കൺ എടുത്തു. ആ ടോക്കൺ അല്ല, റെസീറ്റ് ഇങ്ങനെ മുറിക്കണമല്ലോ പേരെല്ലാം എഴുതിയിട്ട്. അപ്പം അങ്ങനെ എടുത്ത് അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്ക് അവിടെ ഒടുക്കത്തെ തിരക്ക്. ആ തിരക്ക് കണ്ട് ബോധം കെടാത്ത ഭാഗ്യം, അത്രയും തിരക്കായിരുന്നു. അപ്പം നമ്മൾ വേഗം അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി. നമ്മൾ പഞ്ചായത്ത് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി. നിച്ച് തേൻ കുടിച്ചാ? തേൻ കുടിച്ചിട്ടില്ല. അവിടെ ഭയങ്കര തിരക്ക് പഞ്ചായത്ത് ആശുപത്രിയില്. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇവിടെ വെള്ളിക്കീലുണ്ട് ഒരു ഇത് ഹെൽത്ത് സെന്റർ. അവിടെ തിരക്കേ ഇല്ലാണ്ട് കൊടുക്കാൻ പറ്റും. നമ്മളെ വല്യമ്മേന്റെ മോന്റെ കുഞ്ഞിക്കൽ അടന്നാ കൊടുക്കല്. അപ്പൊ അങ്ങോട്ടേക്ക് പോവാന്ന് വിചാരിച്ചു. വേഗം കൊടുത്തിട്ട് വരാലോ. ഇവിടെ എന്തായാലും ഒരു 1.5 മണിക്കൂർ നിൽക്കേണ്ടി വരും. എന്നാൽ മാത്രമേ ആവുള്ളൂ, അത്രയും തിരക്കുണ്ട്. അപ്പൊ വെറുതെ അവിടെ സമയം കളയണ്ടല്ലോ, എന്തായാലും വണ്ടി എടുത്തിട്ടല്ലേ നമ്മള് വന്നേ. അപ്പൊ അവിടെ പോയിട്ട് കൊടുത്തിട്ട് വരാം. വല്യമ്മേനോട് വിളിച്ചു ചോദിച്ചപ്പോ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു, ഇന്ന് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ വാവേ? അതുകൊണ്ട് നമ്മള് നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് കൊടുത്തിട്ട് വരാം. കാട്ടിന്റെ ഉള്ളിലേക്ക് കൂടി എല്ലാം പോകുന്നൊരു ഫീൽ ഉണ്ട്. ഇത് കുറച്ച് ഉള്ളോട്ടേക്കാണ് ഈ ജനസേവന കേന്ദ്രം. അല്ല, ജനസേവന കേന്ദ്രം അല്ലെന്ന ആരോഗ്യ കേന്ദ്ര. അതുകൊണ്ട് റോഡ് തെറ്റിയാ എന്നാതായിട്ടാ വലിയ ആളായിട്ട് എനിക്ക് എന്താ അറിയാ, നീ ഇങ്ങോട്ടെല്ലാം വന്നോ ഇതുവരെ എന്നുള്ള പറഞ്ഞിട്ട് റോഡ് മാറി തോന്നുന്നു കേട്ടാ. വെച്ച് കളിയാക്കി അയ്യേ അയ്യേ പറ. അയ്യേ അയ്യേ അച്ഛേ മാറിയാ തന്നെയാ? എന്നാ മാറിയിട്ടാ. ഇതല്ലേ കുടുംബാരോഗ്യ കേന്ദ്രം, ഫിഷറീസ് കുടുംബാരോഗ്യ കേന്ദ്രം. അതന്നെ താഴോട്ടേക്കാട്ടാ. ഇത് ഉള്ളോട്ട് അങ്ങെത്തിട്ടാ. നമ്മളെ കണ്ടുപിടിക്കട്ടെ. ആ റോഡ് നേരെ ഈ ആരോഗ്യ കേന്ദ്രത്തിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. അത്യാവശ്യം വലിപ്പം വലുത് തന്നെയാണല്ലേ. പാർക്കിംഗ്, അത് അവിടെ പാർക്കിംഗ് ഉണ്ട്.
അങ്ങനെ നമ്മൾ ഇവിടെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് അകത്തേക്ക് കയറി. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ, ഉള്ളിലെല്ലാം നല്ല സൗകര്യമുണ്ട്. ഞാൻ വിചാരിച്ചു ചെറിയൊരു സെറ്റപ്പ് ആയിരിക്കും എന്നാണ് വിചാരിച്ചത്, പക്ഷെ അങ്ങനെയല്ല, നല്ല സൗകര്യം ഉണ്ടായിരുന്നു. വലിയ തിരക്കൊന്നും അങ്ങനെ പോകുന്ന സമയത്ത് കണ്ടിട്ടില്ല, കുറച്ച് ആൾക്കാർ അവിടെ ഇവിടെ ആയിട്ട് നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ പോയ ഉടനെ കാർഡെല്ലാം കൊടുത്തിട്ട് അവർ അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഇനി വിളിക്കുമ്പോൾ പോയിട്ട് അങ്ങനെ മരുന്ന് കഴിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. പക്ഷെ അവരെ പ്രോസസ്സിനെല്ലാം കുറച്ച് സമയം എടുക്കുന്നുണ്ട്. കുറച്ച് സമയം എടുത്തിട്ടാണ് പിന്നെ നമ്മളെ അങ്ങോട്ടേക്ക് വിളിച്ചത്. അപ്പൊ നമ്മള് തേൻ കുടിച്ചിട്ട് വന്ന് നിച്ചിട്ട് തേൻ മധുരം ഉണ്ടായിനാ? പിന്നെന്താ ഉണ്ടായേ? പിന്നെ പുളിയാ? പിന്നെ ഉപ്പ ഒന്നും ഉണ്ടായില്ലേ? അതിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയില്ല, പക്ഷെ നല്ല മോളായിട്ട് കുടിച്ചിന് കേട്ടോ. വേഗം വായി തുറന്ന് കുടിച്ചു. ഇപ്പൊ എനിക്ക് അയൺ മറ്റേ കാൽഷ്യം ടാബ്ലറ്റുള്ള എനക്കും നിച്ചൂട്ടിക്ക് അയൺ സിറപ്പ് എല്ലാം തന്നിട്ടുണ്ട്. നമ്മളെ അവിടെ നിന്ന് അങ്ങനെ ഒന്നും തരത്തില്ല, ഇതുവരെ തന്നിട്ടില്ല. അങ്ങനെ തരുമല്ലോ എന്നാണ് ഇവിടുത്തെ ഹെൽത്ത് സെന്ററിൽ നിന്ന് പറഞ്ഞത്. നിങ്ങളുടെ നാട്ടിലെല്ലാം അങ്ങനെ ഉണ്ടോ എന്ന് പറയണേ. അമ്മമാർക്ക് അയൺ ടാബ്ലറ്റും കാൽഷ്യം ടാബ്ലറ്റും തന്നിട്ടുണ്ട്, വാവക്ക് അയൺ സിറപ്പും ആദ്യമായിട്ടാണ് നമുക്ക് തരുന്നത്. നമ്മള് പഞ്ചായത്ത് നമ്മള് പാപ്പിനിശ്ശേരിയിൽ നിന്നൊന്നും അങ്ങനെ തരത്തില്ല. ആശാവർക്കർ തരുമല്ലോ എന്നാണ് പറഞ്ഞത്. ചോദിച്ചു നോക്കണം ആശാവർക്കറിനെ വിളിച്ചിട്ട്. അപ്പൊ ഏതായാലും അതെല്ലാം തന്നിട്ടുണ്ട്. നിച്ചുട്ടി ഉറങ്ങുന്ന സമയമാണ്, 12:30 ആയി സമയം. അതുകൊണ്ട് ചെറുങ്ങനെ ഉറക്കം വന്നു അല്ലേ കണ്ണാ? എന്നെ വീട്ടിലെത്തിയിട്ട് മാമൻ തന്നിട്ട് ഉറങ്ങിയ പോരെ? ഇപ്പൊ ഉറങ്ങണം. അപ്പൊ ഇനി നമ്മള് വേഗം വീട്ടിലേക്ക് പോട്ടെ. ഭയങ്കര വെയില്, ഒരു 1.5 വെയിലാണ് കേട്ടാ, കരിഞ്ഞു പോന്ന്. വേഗം വീട്ടിലെത്തിയിട്ട് കാണാം. നിങ്ങൾ കുറേ പേര് ചിന്തിക്കുന്നുണ്ടാവും ഞാനിപ്പോൾ ഈ ഡ്രസ്സ് മാറ്റുന്നേ ഇല്ലല്ലോ എന്ന്. കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ 2-3 ദിവസം അടുപ്പിച്ചിട്ടുള്ള വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തു പോകുമ്പോൾ ഇട്ടു മാറ്റി അങ്ങനെ ആയതുകൊണ്ട്, പുതിയ ഡ്രസ്സ് ആയതുകൊണ്ട് നമ്മൾ 2-3 വട്ടം ഇട്ടിട്ട് വാഷ് ചെയ്താൽ മതിയല്ലോ. അതുകൊണ്ടാണ് അടുപ്പിച്ചിട്ടുള്ള വീഡിയോസിൽ ഇതേ ഡ്രസ്സ് തന്നെ അങ്ങ് ആയത് കേട്ടോ. അത് നിങ്ങൾ ഇന്നും കമൻറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ മുൻകൂർ ജാമ്യം എടുത്തതാണ് ഒന്ന്. അപ്പം നമ്മൾ വീട്ടിലെത്തി. ഡ്രസ്സെല്ലാം മാറ്റിച്ചൂട്ടി ഉടുപ്പ് മാറ്റണ്ടേ ഗുഗ്കളായിട്ട്? കള്ളിപ്പൂച്ചേ അപ്പൊ നമ്മളിനി ഡ്രസ്സെല്ലാം മാറ്റി ഞാൻ ഇച്ചൂട്ടിന് ഫുഡ് കൊടുക്കട്ടെ. 1 മണി ആവാനായി സമയം. അപ്പൊ ഇനി ഫുഡ് കഴിച്ചിട്ട് തന്നെ അങ്ങ് ഉറക്കാലോ. അതുകൊണ്ട് വേഗം ഫുഡെല്ലാം കൊടുക്കട്ടെ. അമ്മ അപ്പുറത്തുണ്ട്. അമ്മ എന്തോ കറി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മോരോ അമ്മേന്റെ സ്പെഷ്യൽ എന്തോ ആയിട്ട് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഫുഡെല്ലാം കഴിക്കട്ടെ. അപ്പൊ ഇനി നമുക്ക് കുറച്ചു നേരം വർത്താനം പറയാം. എന്താന്ന് വെച്ചാല് നിച്ചൂട്ടിന്റെ ഫീഡിങ് നിർത്തിയോ എന്നെല്ലാം കുറേ പേര് ചോദിക്കാറുണ്ട്. അപ്പൊ അതിനൊക്കെ ഞാൻ ജസ്റ്റ് റിപ്ലൈ മാത്രം കൊടുക്കലുണ്ട്. അപ്പൊ നിർത്തിയെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാമോ എന്നെല്ലാം പറഞ്ഞിട്ട് കുറെ കമന്റ്സ് ഉണ്ടാവാറുണ്ട്. അപ്പൊ നിച്ചൂട്ടിന്റെ ഫീഡിങ് നിർത്തി. ഇപ്പൊ നിച്ചൂട്ടിക്ക് ഇപ്പൊ ജാനുവരി ആയല്ലോ, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ വന്നു കഴിഞ്ഞാൽ 3 വയസ്സ് കംപ്ലീറ്റ് ആയി. അപ്പൊ 2.25 ആ ഒരു സമയത്ത് നിച്ചൂട്ടിന്റെ ഫീഡിങ് നിർത്തി കേട്ടാ. അപ്പോൾ 2 വയസ്സാകുമ്പോൾ നിർത്തുന്നവരുണ്ട്, 2.25, 2.5, 3 വയസ്സിനുള്ളിൽ മിക്കവാറും ആൾക്കാർ ഇപ്പൊ എല്ലാവരും ഫീഡിങ് നിർത്താറുണ്ട്. എന്ന് വെച്ചാൽ 3 വയസ്സിൽ നമ്മൾ നഴ്സറിയിൽ അംഗൻവാടിയിലൊക്കെ വിടുന്ന സമയത്ത് ഫീഡിങ് ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. അപ്പം 3 വയസ്സിനുള്ളിൽ തന്നെ എല്ലാവരും നിർത്താറുണ്ട്. ഞാൻ എന്റെ അഭിപ്രായം പറയുന്നതല്ല കേട്ടോ. ഡോക്ടേഴ്സ് പറയുന്നത് 2 വയസ്സ് വരെയാണ് കുഞ്ഞുമക്കൾക്ക് നമ്മുടെ ഫീഡിങ് ബ്രസ്റ്റ് മിൽക്ക് ആവശ്യമുള്ളത്. അതിനുശേഷം അത് ആവശ്യമില്ല എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ കൺവീനിയൻസിനനുസരിച്ചിട്ട് നമ്മുടെ ഹെൽത്തും അതുപോലെ തന്നെ ബാക്കി ഇതൊക്കെ നോക്കിയിട്ട് നിർത്താം. നിച്ചൂട്ടിക്ക് ഞാൻ 3 വയസ്സ് വരെ കൊടുക്കണം എന്നെല്ലാം വിചാരിച്ചതാണ്. പിന്നെ മെയിനായിട്ട് നിർത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിച്ചൂട്ടി രാത്രി തീരെ ഉറങ്ങാൻ വിടുന്നുണ്ടായിട്ടില്ല. രാത്രി ഇടയ്ക്കിടയ്ക്ക് എണീറ്റോണ്ടിരിക്കും. അപ്പൊ എന്റെ ഉറക്കം നല്ലോണം ഡിസ്റ്റർബൻസ് ആവുന്നു, എല്ലാത്തപ്പോ കരയുന്നു. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഏതായാലും 2.25 ആവാറായില്ലേ, 3 വയസ്സിൽ നിർത്തുകയും വേണം. അപ്പൊ അങ്ങനെയാണ് നിർത്തിയത്. ഞാൻ അന്ന് ഒരു ദിവസം വീഡിയോയിൽ പറഞ്ഞപ്പോൾ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 2 വയസ്സായപ്പോൾ നിർത്തി, 2.5 ആയപ്പോൾ നിർത്തി, എങ്ങനെയാ നിർത്തിയെന്നുള്ളതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ ഒരു ആക്സിഡന്റിലി നിർത്തപ്പെട്ടതാണ് കേട്ടാ. എന്ന് വെച്ചാൽ മറ്റേ കൈപ്പക്ക, മറ്റേ എന്തോ ഒരു കഴിക്കുന്ന സാധനമില്ല, ചെന്നി നായകോ, അതൊക്കെ ആക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് കുറെ കമന്റ്സ് കണ്ടിട്ടുണ്ടായിന്. അപ്പൊ ഒരു ദിവസം ഞാൻ എന്റെ സിന്ദൂരം കുറച്ചിങ്ങനെ മേത്തായിട്ടുണ്ടായിരുന്നു. അപ്പൊ നിച്ചു പറഞ്ഞു, ഇതെന്നാ അമ്മേ ചോരയാ? ഞാൻ പറഞ്ഞു ആ ചോരയാന്ന് പാപ്പാന്നാണ് നിച്ചുട്ടി പറയാ. അപ്പം പാപ്പക്ക് മുറിഞ്ഞു ഊവാവുമായിട്ട് ചോര വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നിച്ചുട്ടിക്ക് കുറച്ചൊരു സങ്കടം വന്നു, ഊവാവു ആയെന്നല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അതിനോടനുബന്ധിച്ച് നിർത്താന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചിങ്ങനെ റെഡ് കളറാക്കിയിട്ട് ഇതാ ചോര വന്നിട്ട് കണ്ട അങ്ങനെ പറഞ്ഞപ്പോ നിച്ചുട്ടിക്ക് അധികം പണി ഉണ്ടായിട്ടില്ല കേട്ടോ. മോക്ക് നിർത്താൻ വേണ്ടിയിട്ട് അധികം പണി ഉണ്ടായിട്ടില്ല. ഒരു 2-3 ദിവസം കുറച്ച് ബുദ്ധിമുട്ടി, ഉറക്കാൻ വേണ്ടിയിട്ടെല്ലാം എടുത്ത് നടന്നിട്ട് അങ്ങനെ ഉറക്കി.
കിടത്തി. പിന്നെ ഇടക്കിടക്ക് നമ്മള് വാവ ഉറങ്ങുന്ന സമയത്തല്ലാണ്ട് പകല് എണീറ്റിരിക്കുന്ന സമയത്തല്ല, കളിക്കുന്ന സമയത്തെല്ലാം നമ്മൾ ഇടക്കിടക്ക് ഒന്ന് ഓർമ്മിപ്പിക്കുക. പാപ്പക്ക് ഉവാവു ആയിട്ടുള്ള മുറിഞ്ഞിട്ടുള്ള ചോര വരുന്നുണ്ട്, നമുക്ക് വേനെടുക്കുന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ആയിക്കഴിഞ്ഞാല് രാത്രി ആകുമ്പോൾ അവർക്ക് കൺവിൻസ് ആയിക്കോളും. അപ്പൊ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മമാർക്ക്, വേറെ ആരെക്കാളും സ്വന്തം അമ്മമാർക്ക് അത് ബ്രസ്റ്റ് ഫീഡിങ് നിർത്തുക എന്ന് പറയുമ്പോൾ മെന്റലി നമുക്കായിരിക്കും കുറച്ചും കൂടെ ബുദ്ധിമുട്ടാ, ഭാവിയായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റിന്റെ ആ ഒരു ബേസിൽ. പക്ഷെ നമ്മളത് ചെയ്തല്ലേ പറ്റൂ, എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയല്ലേ. ആ കുറച്ച് ദിവസം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണോ എന്നെല്ലാം ചിന്തിച്ചാണ്. പിന്നെ ഏട്ടൻ പറഞ്ഞു നമ്മൾ എന്തായാലും അത് ആ ഒരു സമയമാകുമ്പോൾ വാവേനെ അത്രേ ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ ഉറക്കം ഡിസ്റ്റർബ് ആകുമ്പോൾ എന്റെ ഹെൽത്തിനെ അത് ബാധിക്കുന്നു. എനിക്ക് ഓൾറെഡി കാൽഷ്യം വൈറ്റമിൻ ഡി എല്ലാം കുറവാണ്, അപ്പൊ അതെന്നെ നല്ലോണം ബാധിക്കാൻ തുടങ്ങി. പിന്നെ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് കാൽഷ്യത്തെ ആ സമയത്ത് ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു നിർത്തിക്കോ, സമയം എന്തായാലും നിർത്തേണ്ട സമയമായല്ലോ, അപ്പൊ അത് വാവ പാൽ കുടിക്കുന്നതോട് നമ്മുടെ കാൽഷ്യം എല്ലാം കുറച്ച് കുറയുമല്ലോ, ഒരു ടാബ്ലറ്റ് കഴിക്കുന്നതുകൊണ്ട് വാവക്ക് അത്ര മാത്രമേ വേണ്ടൂ, അതിനുശേഷം ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നിർത്തിയത്. മറ്റേ കയ്പും പുളിയെല്ലാം ആക്കുമ്പോൾ എനിക്ക് കുറച്ച് സങ്കടമാണെന്ന് വെച്ചാൽ രാത്രി വാവ ഉറങ്ങുന്ന സമയത്തെല്ലാം അങ്ങനെ കയ്പെല്ലാം വായിലാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കൂലേ, കരിയെല്ലാം ചെയ്യൂലേ, അതാലോചിച്ചിട്ട് പിന്നെ എനിക്ക് സങ്കടമായിരുന്നു എങ്ങനെയാ നിർത്തുവാന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഈ ഒരു മെത്തേഡ് കിട്ടിയപ്പം അതിൽ ഞാൻ പിടിച്ചു നിന്ന്. അപ്പൊ അങ്ങനെ ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തോട്ടെ. പിന്നെ നിച്ചുവിന് എനിക്ക് എന്തെങ്കിലും കുറച്ച് ഇതാകുമ്പോൾ നിച്ചുവിന് ഭയങ്കര പ്രശ്നമാണ്, അതുകൊണ്ട് ആണെന്ന് പറഞ്ഞപ്പോൾ നിച്ചുട്ടി വേഗം അതങ്ങ് സ്റ്റോപ്പ് ചെയ്ത്. വേഗം എന്ന് പറഞ്ഞാൽ 2-3 ദിവസം കുറച്ച് ബുദ്ധിമുട്ടാനുവേ, എടുത്ത് നടന്ന് കുറെ ഉറക്കിയതിന് ശേഷം അങ്ങനെയെല്ലാം ആക്കിയപ്പോ ആ ഒരു റൊട്ടീനിലേക്ക് അങ്ങനെ മാറി. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാല് നമ്മൾ ബ്രസ്റ്റ് ഫീഡിംഗ് നിർത്തി കഴിയുമ്പോൾ ഫുഡ് കുറച്ച് നേരം വണ്ണം കഴിക്കാൻ തുടങ്ങിക്കോളും. അതിന് അഡിക്റ്റ് ആയിട്ടുള്ള പിള്ളേർക്ക് ഫുഡ് കഴിക്കൽ വളരെ കുറവായിരിക്കും. അപ്പൊ ഡോക്ടേഴ്സ് പറയും 2 വയസ്സ് കഴിഞ്ഞാൽ ഫുഡ് തീരെ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് ഫീഡിംഗ് കുറച്ച് കഴിഞ്ഞാല് ഫുഡ് കുറച്ച് ബാക്കി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി തുടങ്ങിക്കോളും എന്ന് പറയും. അപ്പൊ ഇതൊക്കെ ഞാൻ ആധികാരികമായിട്ട് പറയുന്നതല്ല കേട്ടോ, വെറുതെ എല്ലാവരും അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഇനിയിപ്പോ 3 വയസ്സ് നിച്ചോട്ടിന്റെ പ്രായത്തിലുള്ള കുറേ കുഞ്ഞുമക്കൾ അമ്മമാരുണ്ട് നമ്മളെ വീഡിയോ കാണുന്നവര്, എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് ആ ഒരു ഏജ് ഗ്രൂപ്പിൽ കുറേ ആൾക്കാരുണ്ട് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് അവർക്കും കൂടെ വേണ്ടിയിട്ട് നിച്ചോട്ടിന്റെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇത്രയല്ലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വാക്സിൻ എടുക്കാൻ പോയ കുറച്ച് വിശേഷങ്ങളും പിന്നെ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ്. ഞാൻ മുടി കുളിച്ചിട്ട് വന്നതാണ്, അതായത് ഇടക്കിടക്ക് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നു, നനവ് ഉണ്ടത്രേ, ചെറുങ്ങനെ നനവ് ഉണ്ടത്രേ. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.